പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 4-ലെ അപ്രീസിയേഷൻ ഓഫ് ഡ്രാമ ഇൻ അറബിക്കിലെ ഒന്നാമത്തെ യൂണിറ്റ്. മുസാഹമാത്തു തൗഫീഖുൽ ഹക്കീം ഫിൽ മസ്റഹിൽ അറബി. തൗഫീഖുൽ ഹക്കീമിൻ്റെ അറബി നാടകത്തിലുള്ള സംഭാവനകൾ എന്ന ഒന്നാമത്തെ യൂണിറ്റിൻ്റെ റീക്യാപ്പും അതേപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. റീക്യാപ്പ് നോക്കാം. തൗഫീഖുൽ ഹക്കീം അദീബുൻ വ റിവായിയുൻ വ കാത്തിബുൻ മസ്റഹിയുൻ മിസ്രി. തൗഫീഖുൽ ഹക്കീം ഈജിപ്ഷ്യൻ എഴുത്തുകാരനും നോവലിസ്റ്റും നാടകൃത്തുമാണ്. റവാദ് ഫന്നിൽ കിതാബത്തുൽ മസ്റഹിയത്തുൽ അറബിയ. അറബിക് നാടക സാഹിത്യ രംഗത്തെ പ്രമുഖ മുന്നണി പോരാളികളിൽ ഒരാളാണ്. ഉലിദ ആം 1898 മീലാദിയ. വഫാത്തുഹു ഫി ആമി 1987. 1898 ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം പ്രസ്താവിതം 1987. സാഫറ ഇല ഫറൻസ ലിതഅമ്മുഖി ഫി ദിറാസത്തിൽ ഖാനൂൻ. നിയമപഠനം ആഴത്തിൽ നടത്തുന്നതിനായി ഫ്രാൻസിലേക്ക് യാത്ര ചെയ്തു. അമല ഫി വസാറത്തിൽ ഹുക്കൂമത്തിൽ മിസ്രിയ. ഈജിപ്ഷ്യൻ ഗവൺമെൻറ് മന്ത്രാലയങ്ങളിൽ ജോലി ചെയ്തു. അഷ്റ മസ്റയത്തി അഹ്ലുൽ കഹ്ഫ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകം അഹ്ലുൽ കഹ്ഫ് എന്നുള്ളതാണ്, ഗുഹാവാസികൾ. അല്ലഫ നഹ്വ് 100 മസ്റഹിയത്ത്. 100ഓളം നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഖസമത്ത് അഅ്മാലുൽ മസ്റഹിയത്തു ഇല മസ്റഹിൽ ഇജ്തിമാഇ വൽ മസ്റഹിൽ ദഹബി. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ പ്രധാനമായി 2 വിഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു. സാമൂഹ്യ നാടകങ്ങൾ, ചിന്തോദീപക നാടകങ്ങൾ, ഇൻ്റലക്ച്വൽ തിയേറ്റർ, അൽ മസ്റഹ് ദഹബി. അടുത്തത് മസ്റഹിയാത്തുൽ ഇജ്തിമാഇയ്യ, സാമൂഹ്യ നാടകങ്ങൾ. മുശക്കിലാത്ത് വൽ ഖളാ അല്ലത്തി കാന യുആനി മിൻഹൽ മുജ്തമഉ അൽ മിസ്രി യൗമഹ. അക്കാലത്ത് ഈജിപ്ഷ്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെയും വിഷയങ്ങളെയും കേന്ദ്രീകരിച്ചുള്ളവയായിരുന്നു. അൽ മസ്റഹിയത്ത് ദഹബിയ തുആലിജു മൗദൂആത്തുൽ ഫിക്രിയ. ചിന്തോദീപക നാടകങ്ങൾ ആശയപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. മുഅന്ന മസ്റഹിയാത്തി കുതിബത്ത് ലുഖ്തറ. അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം കഥകളും നാടകങ്ങളും വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി രചിക്കപ്പെട്ടവയാണ്. മറാഹീൽ മുഖ്തലിഫത്തും ഫി മുസാഹമാത്ത് തൗഫീഖുൽ ഹക്കീമുൽ മസ്റഹിയ. തൗഫീഖുൽ ഹക്കീമിൻ്റെ നാടകരചനകൾ വിവിധ ഘട്ടങ്ങളുണ്ട്. ഉസ്ലൂബുൽ കിതാബി, എഴുത്ത് ശൈലി. ഇജ്മഅ ബൈന ത്വാബിഇ റംസിയിൽ ദലാലി വത്വാബിഇൽ വാഖിഇ. പ്രതീകാത്മക ശൈലിയും സിംബോളിക്, യാഥാർത്ഥ്യബോധവും റിയലിസ്റ്റിക് തമ്മിലുള്ള സംയോജനമാണ്. الدقة والتكثيف الشديد وحشد المعاني والدلالات والقدرة الفائقة على التصوير. കൃത്യത, ആശയങ്ങളുടെ തീവ്രത, അർത്ഥസമ്പുഷ്ടത, വിവരങ്ങൾ നൽകാനുള്ള അപാരമായ കഴിവ്. التنوع في الشكل المسرحي. الدراما حديثية والكوميدية والتراجيكوميديا വൽകോമദിയ അൽ ഇജ്തിമാഇയ്യ. നാടകരൂപങ്ങളിലെ വൈവിധ്യം. ആധുനിക ഡ്രാമ, കോമഡി, ട്രാജി കോമഡി, സോഷ്യൽ കോമഡി. ഇസ്തലമ ഫി അഅ്മാലിൽ മസ്റഹിയത്തി റിവായിയത്തി മൗദൂആത്തിൻ മുസ്തമിദ്ദത്തിൻ മിനത് തുറാസിൽ മിസ്രി. തൻ്റെ സൃഷ്ടികളിൽ ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ള പ്രമേയങ്ങൾ ഉൾക്കൊള്ളിച്ചു. ഇഹ്തമ്മ ബി തൻമിയത്തി ശുഊരിൽ വതനി. ദേശീയബോധം വളർത്തുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചു. ലിൽ മർഅത്തി ദൗറുൻ ബാരിസുൻ സവ്വറഹ ബി ഇജ്ലാലി വഇഹ്തിറാമിൻ കബീരിൻ.
സ്ത്രീകൾക്ക് പ്രമുഖ സ്ഥാനം, വലിയ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് സ്ത്രീകളെ ചിത്രീകരിച്ചത്. അൽ മസ്രഹി ദഹബി അഖസുൽ മസ്രഹി തഖ്ലീദി. ഇന്റലക്ച്വൽ തിയേറ്റർ റഹബി പരമ്പര നാടകവേദിക്ക് വിപരീതമായ ശൈലിയാണ്. الغرض من المسرح الذهبي أن يكون مقروءا وليس قابلا للأداء على خشبة المسرح من قبل مجموعة من الممثلين. ഇന്റലക്ച്വൽ തിയേറ്ററിൻ്റെ ലക്ഷ്യം നടന്മാർ വേദിയിൽ അഭിനയിക്കുന്നതിനേക്കാൾ വായനക്കാർക്ക് വായിച്ചു ആസ്വദിക്കാൻ സാധിക്കൂ എന്നതാണ്. تمعق الشخصيات ليكشف الجوانب النفسية والعواطف المختلفة. കഥാപാത്രങ്ങളുടെ ആഴം, മാനസിക വശങ്ങളും വിവിധ ഭാവങ്ങളും വികാരങ്ങളും വെളിപ്പെടുത്തുന്നു. തഹ്ലീലു ഇജ്തിമാഇ സാമൂഹ്യ വിശകലനം. തഹ്ലീലു അമീഖ് ലിൽ മുജ്തമഇ വൽ ഖളാഇൽ ഇജ്തിമാഇയ്യത്തി ലത്തി തുഅസ്സിറു ഫീഹി. സമൂഹത്തെയും അതിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം. അടുത്ത ഒന്നാമത്തെ ചോദ്യം, ഐന ഉലിദ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീം എവിടെയാണ് ജനിച്ചത്? ഫി മദീനത്തി ഇസ്കന്ദരിയ ബി മിസ്ർ. മിസ്റിലെ അലക്സാണ്ട്രിയ നഗരത്തിൽ. രണ്ടാമത്തെ ചോദ്യം, ഫി അയ്യ മജാലിൻ ഫന്നിയിൻ ഉസ്തീറ തൗഫീഖുൽ ഹക്കീം. ഏത് കലാമേഖലയിലാണ് തൗഫീഖുൽ ഹക്കീം പ്രശസ്തനായത്? ആൻസർ കാണിക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഫന്നുൽ മസ്രഹിയ നാടകകലയിൽ. മൂന്നാമത്തെ ചോദ്യം, ഉദ്കുർ ബഅദൽ മുആശിരീനിൽ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിൻ്റെ സമകാലികരായ ചില പ്രമുഖരുടെ പേരുകൾ പറയുക. ആൻസർ, അബ്ബാസ് മഹ്മൂദ് അൽ-അഖാദ്, വതാഹ ഹുസൈൻ, വനജീബ് മഹ്ഫൂദ്, സലാമത്ത് മൂസ, അഹമ്മദ് ഷൗഖി, ഹാഫിദ് ഇബ്രാഹിം, സയ്യിദ് ദർവേസ്, വസക്കരിയ അഹമ്മദ്, വൽഖസ്ബിജി, ജോർജ് അബിയൽ, വയൂസുഫ് വഹബി, വറൈഹാനി. മൂന്നാമത്തെ ചോദ്യം, മത്താ ഉലിദ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീം എപ്പോഴാണ് ജനിച്ചത്? ആം 1898 മീലാദിയ. ക്രിസ്താബ്ദം 1898. അഞ്ചാമത്തെ ചോദ്യം, ഇലാ ഐന സാഫറ തൗഫീഖുൽ ഹക്കീം ബഅദൽ ലിസാനിസി ഫിൽ ഹുഖൂഖ്. ലോ ബിരുദത്തിന് ശേഷം തൗഫീഖുൽ ഹക്കീം എവിടേക്കാണ് യാത്ര ചെയ്തത്? ആൻസർ, ഫ്രാൻസിലേക്ക്. ആറാമത്തെ ചോദ്യം, മത്താഅദ തൗഫീഖുൽ ഹക്കീം ഇലാ മിസ്ർ മിൻ ഫറൻസ. ഫ്രാൻസിൽ നിന്ന് മിസ്രിലേക്ക് തൗഫീഖുൽ ഹക്കീം എപ്പോഴാണ് മടങ്ങിയത്? ആൻസർ, ആം 1928 മീലാദിയ. ക്രിസ്താബ്ദം 1928. ഏഴാമത്തെ ചോദ്യം, ഉദ്കുർ ബഅദൽ മുനാസിബില്ലത്തി ഇസ്തഖല ഫിഹാ തൗഫീഖുൽ ഹക്കീം ഫി മിസ്ർ. ഫ്രാൻസിൽ തൗഫീഖുൽ ഹക്കീം എപ്പോഴാണ് ഈജിപ്തിലേക്ക് ഈജിപ്തിൽ തൗഫീഖുൽ ഹക്കീം വഹിച്ച ചില തസ്തികകൾ പരാമർശിക്കുക. ആൻസർ, വക്കീൽ നായിബുൽ ആം ഫിൽ മഹാകിമുൽ മുഖ്തത്തി വൽ മഹാകിമുൽ അഹ്ലിയ ആം 1934. മുഫത്തിഷ് തഹ്ഖീഖിയാത്തി ബിവസാറത്തിൽ മആരിഫ്, മുദീറുൽ ഇദാറത്തിൽ മൂസിഖി വൽ മസ്രഹി, മുദീറുൽ റിആയത്തി വൽ ഇർഷാദി ബിവസറാഇ ശുഊനിൽ ഇജ്തിമാഇയ്യ. മിസ്റ്റ് കോടതികളിലും നാഷണൽ കോടതികളിലും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഡെപ്യൂട്ടി, വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ അന്വേഷണ ഇൻസ്പെക്ടർ, മ്യൂസിക് ആൻഡ് തിയേറ്റർ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ, സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിൽ കെയർ ആൻഡ് ഗൈഡൻസ് ഡയറക്ടർ.
എട്ടാമത്തെ ചോദ്യം ഉദുക്കർ ബഅദൽ മസ്റഹിയാത്തി മഷ്ഹൂറത്തി തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിൻ്റെ പ്രശസ്തമായ നാടകങ്ങളിൽ നിന്ന് ചിലത് പറയുക. ആൻസർ അഹ്ലുൽ കഹ്ഫ്, ഷഹ്റസാദ്. അടുത്ത 10ാമത്തെ ചോദ്യം ഫി അയ്യ മജില്ലത്തിൻ കാന തൗഫീഖുൽ ഹക്കീം മുഹററൻ. ഏത് പത്രത്തിലെ എഡിറ്ററായിരുന്നു? ഏത് മാസികയിലാണ് തൗഫീഖുൽ ഹക്കീം എഡിറ്ററായി പ്രവർത്തിച്ചത്? ആൻസർ ഔദത്തുർ റൂഹ് വ ഉസ്ഫൂർ മിനശ് ശർഖി വൽ ഖസ്റിൽ മസ്ഹൂർ. ഔദത്തുർ റൂഹ് ആത്മാവിൻ്റെ മടങ്ങിവരൽ, വ ഉസ്ഫൂർ മിനശ് ശർഖ് കിഴക്കിൽ നിന്നൊരു പക്ഷി, വൽ ഖസ്റുൽ മസ്ഹൂർ മന്ത്രകൊട്ടാരം. 9ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചില്ലായിരുന്നു. ഉദുക്കുർ ബഅദൽ ഖിസസ് മഷ്ഹൂറത്തി തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിൻ്റെ പ്രശസ്തമായ കഥകളിൽ ചിലത് ഏതാണ്? ചിലത് പറയുക. ആൻസറാണ് ഇപ്പോൾ വായിച്ചത്. ഔദത്തുർ റൂഹ്, ഉസ്ഫൂർ മിനശ് ശർഖ് വൽ ഖസ്റുൽ മസ്ഹൂർ. ഔദത്തുർ റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ് മടങ്ങി വരൽ, ഉസ്ഫൂർ മിനശ് ശർഖ് കിഴക്കിൽ നിന്നുള്ള ഒരു പക്ഷി, വൽ ഖസ്റുൽ മസ്ഹൂർ മന്ത്രകൊട്ടാരം. 10ാമത്തെ ചോദ്യമാണ് ഫി അയ്യി മജ്ലിസിൻ കാന തൗഫീഖുൽ ഹക്കീം മുഹററൻ. ഏത് മാസികയിലായിരുന്നു തൗഫീഖുൽ ഹക്കീം എഡിറ്ററായിരുന്നത്? അതിൻ്റെ ആൻസറാണ് അഖ്ബാർ ലോം. അഖ്ബാർ ലോം എന്ന മാസികയിലാണ് അദ്ദേഹം എഡിറ്ററായിരുന്നത്. 11ാമത്തെ ചോദ്യം മത്താ തൗഫിയ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീം എപ്പോഴാണ് മരണപ്പെട്ടത്? ആൻസർ 1987 മീലാദിയ. ക്രിസ്താബ്ദം 1987 വർഷം. 12ാമത്തെ ചോദ്യം കം മസ്റഹിയത്തൻ അല്ലഫ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീം എത്ര നാടകങ്ങളാണ് രചിച്ചത്? ആൻസർ നഹ്വ് 100 മസ്റഹിയത്തൻ, ഏകദേശം 100 നാടകത്തോളം. നഹ്വ് 100 മസ്റഹിയ, ഏകദേശം 100 നാടകങ്ങളാണ് അദ്ദേഹം രചിച്ചത്. 13ാമത്തെ ചോദ്യം മാഹിയ അഖ്സാമു അഅമാലിഹിൽ മസ്റഹിയ. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ പ്രധാന വിഭാഗങ്ങൾ ഏവ? ആൻസർ അൽ മസ്റഹിൽ ഇജ്തിമാഇ, ചിന്തോദാദീപക നാടകം, സോഷ്യൽ നാടകം, വൽ മസ്റഹിൽ ദിഹ്നി, ഇൻ്റലക്ച്വൽ തിയേറ്റർ, ചിന്തോദീപക നാടകം. 14ാമത്തെ ചോദ്യം ബിമാദാ യതറക്കസുൽ മസ്റഹിൽ ദിഹ്നി. ഇൻ്റലക്ച്വൽ നാടകം എന്താണ് കേന്ദ്രീകരിക്കുന്നത്? مسرحياته الدينية فكانت تعالج موضوعات فكرية تقوم على حوار يعني بالأفكار لا شخصيات في لغة فصيحة قريبة من العامية. അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ നാടകങ്ങൾ ആശയപരമായ പ്രമേഹങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കഥാപാത്രത്തേക്കാൾ ഉപരി ആശയങ്ങളെ. അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ നാടകങ്ങൾ ആശയപരമായ പ്രമേയങ്ങളാണ് കൈകാര്യം ചെയ്തിരുന്നത്. കഥാപാത്രത്തേക്കാൾ ഉപരി ആശയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള സംഭാഷണങ്ങളായിരുന്നു അവ അധിഷ്ഠിതമായിരുന്നത്. സംഭാഷണ ഭാഷയോട് അടുത്ത ലളിതവും വടിവത്തതുമായ ഭാഷ ഇതിൽ ഉപയോഗിച്ചു. 16ാമത്തെ ചോദ്യം മാഹിയ അഹമ്മദ് മസ്റഹുൽ ദിഹ്നി. ഇൻ്റലക്ച്വൽ നാടകത്തിൻ്റെ മുഖ്യ ഘടകം ഏതാണ്? ഇൻ്റലക്ച്വൽ നാടകത്തിൻ്റെ പ്രാധാന്യം എന്താണ്? മാഹിയ അഹമ്മദ് മസ്റഹുൽ ദിഹ്നി. 15ാമത്തെ വായിച്ചില്ല. 15ാമത്തെ ചോദ്യം ബിമാദാ യതറക്കസുൽ മസ്റഹുൽ ഇജ്തിമാഇ. സാമൂഹ്യപരമായ നാടകം എന്തിനെ കേന്ദ്രീകരിക്കുന്നു? ആൻസർ റക്കസ ഫിൽ മസ്റഹിയാത്തിൽ ഇജ്തിമാഇ അലാ അൽ മുശക്കിലാത്തി വൽ ഖളാഇ അല്ലത്തി കാന യുആനി മിൻഹൽ മുജ്തമഉൽ മുസ്ലി യൗമഹ.
സാമൂഹ്യ നാടകങ്ങളിൽ അക്കാലത്തെ ഈജിപ്ഷ്യൻ സാമൂഹ്യം നേരിടുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അടുത്താണ് 16ാമത്തെ ചോദ്യം. മാഹിമത്ത് മസ്റഹ് ദഹ്നി, ഇന്റലക്ച്വൽ നാടകങ്ങളുടെ പ്രാധാന്യം എന്താണ്? ആൻസർ മസ്റഹിയാതൻ കുത്തിബത്ത് ലിതുഖറഅ വലൈസത്ത് ലിൽ അദാഇ. വേദിയിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നാടകങ്ങൾ രചിക്കപ്പെട്ടത്. 17ാമത്തെ ചോദ്യം. ഉദ്കുർ മസ്റഹിയാത്തിൽ മുബക്കറത്തിൽ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിൻ്റെ ആദ്യകാല നാടകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ അലി ബാബ, ഖാത്തിം സുലൈമാൻ വൽ അരീസ്. അലി ബാബ, ഖാത്തിം സുലൈമാൻ, അരീസ്. 18ാമത്തെ ചോദ്യം. കം മർഹലത്തൻ മറത്തിൽ മസ്റഹിയാത്തു തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിൻ്റെ നാടകങ്ങൾക്ക് എത്ര ഘട്ടങ്ങളുണ്ട്? ആൻസർ 5 മറാഹിൽ, 5 ഘട്ടങ്ങൾ. 5 ഘട്ടങ്ങളിലൂടെയാണ് തൗഫീഖുൽ ഹക്കീമിൻ്റെ മസ്റഹിയാത്തുകൾ കടന്നു പോകുന്നത്. 19ാമത്തെ ചോദ്യം. മാഹിൽ മറാഹില്ലത്തി മറത്ത് ബിഹിൽ മസ്റഹിയാത്തുല്ലത്തി കതബഹ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിൻ്റെ നാടകങ്ങൾ കടന്നുപോയ ഘട്ടങ്ങൾ ഏവ? ആൻസർ മർഹലത്തുൽ മസ്റഹിയത്തുൽ ഫക്കാഹിയ, മർഹലത്തുൽ മസ്റഹിയത്തുൽ ഇജ്തിമാഇയ്യത്തുൽ വാഖിഇയ്യ, മർഹലത്തുൽ മസ്റഹിയത്തുൽ ദഹ്നിയ, മർഹലത്തുൽ മസ്റഹിയത്തുൽ ഹാദിഫ, വൽ മസ്റഹിയത്തു അല്ലാമിഖൂല. ഹാസ്യ നാടകഘട്ടം, സാമൂഹ്യ യാഥാർത്ഥ്യ നാടകഘട്ടം, ചിന്തോദ്ദീപക നാടകഘട്ടം, ലക്ഷ്യബോധമുള്ള നാടകഘട്ടം, അസ്ബർഡിസ് നാടകഘട്ടം. 20ാമത്തെ ചോദ്യം. മാഹിൽ മസ്റഹിയത്തുൽ ലാമിഖൂലത്തുല്ലത്തി കതബഹ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീം എഴുതിയ അല്ലാമിഖൂല, മസ്റഹിയത്തുൽ ലാമിഖൂല, അബ്സർഡിസ്റ്റ് നാടകം ഏതാണ്? ആൻസർ യാ താലിഅ ഷജറ. 21ാമത്തെ ചോദ്യം. മത്ത ഇത്തജഹ തൗഫീഖുൽ ഹക്കീം ഇലാ കിതാബത്തിൽ മസ്റഹിയാത്തിൽ ഹാദിഫ. തൗഫീഖുൽ ഹക്കീം എപ്പോഴാണ് ലക്ഷ്യബോധമുള്ള നാടകങ്ങൾ എഴുതാൻ തുടങ്ങിയത്? ഇത്തജഹ തൗഫീഖുൽ ഹക്കീം ഇലാ കിതാബത്തിൽ മസ്റഹിയാത്തിൽ ഹാദിഫത്തി ബഅദ സൗറത്തി 1952. 1952 വിപ്ലവത്തിന് ശേഷമാണ്, ഈജിപ്ഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ് അദ്ദേഹം ലക്ഷ്യബോധമുള്ള നാടകങ്ങൾ എഴുതാൻ തുടങ്ങിയത്. 22ാമത്തെ ചോദ്യം. മാദാ തുഅബ്ബിറുൽ മസ്റഹിയാത്തുൽ ഹാദിഫ. ലക്ഷ്യബോധമുള്ള നാടകങ്ങൾ എന്തിനെയാണ് പ്രകടിപ്പിക്കുന്നത്? ആൻസർ മസ്റഹിയാത്തുൻ തുഅബ്ബറു അൻ ഫൽസഫത്തുൽ ഇസ്തിറാഖിയ്യ. സോഷ്യലിസ്റ്റ് തത്വചിന്തയെ പ്രകടിപ്പിക്കുന്ന നാടകങ്ങൾ. 23ാമത്തെ ചോദ്യം. ഉദ്കുർ ബഅദ മസ്റഹിയാത്തിൽ ഹാദിഫത്തി അല്ലഫ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീം രചിച്ച ലക്ഷ്യബോധമുള്ള നാടകങ്ങൾ ചിലത് പറയുക. ആൻസർ അൽ ഐദി നാഇമ വസഫ്ഖ. 24ാമത്തെ ചോദ്യം. അൽ മഖ്സൂദുൽ മസ്റഹി ദഹ്നി. ഇന്റലക്ച്വൽ നാടകം കൊണ്ടുള്ള ഉദ്ദേശം എന്ത്?
തൗഫീഖുൽ ഹക്കീമിൻ്റെ എഴുത്തു ശൈലി എങ്ങനെയുള്ളതായിരുന്നു? ആൻസർ ഉസ്ലൂബുൽ കിതാബിൽ തൗഫീഖുൽ ഹക്കീം ഇജ്മാ ബൈന താബിഅ റംസിയ്യ ദലാലി വത്താബിഅ വാഖഇ. പ്രതീകാത്മകമായ ശൈലിയും യാഥാർത്ഥ്യബോധമുള്ള ശൈലിയും തമ്മിൽ കൂട്ടിയിണക്കുന്നതായിരുന്നു തൗഫീഖുൽ ഹക്കീമിൻ്റെ എഴുത്തു രീതി. 27ാമത്തെ ചോദ്യം, മിൻ ഐന ഇസ്തൽഹമ തൗഫീഖുൽ ഹക്കീം മൗദൂആത്തുൽ മസ്റഹിയാത്തിഹി. തൗഫീഖുൽ ഹക്കീമിൻ്റെ തൻ്റെ നാടകങ്ങളുടെ പ്രമേയങ്ങൾ എവിടെ നിന്നാണ് സ്വീകരിച്ചത്? മിന തുറാസിൽ മിസ്രിയ സവാഉൻ കാനത്ത് ഫർഊനിയത്തൻ ഔ റൂമാനിയത്തൻ ഔ ഖിബ്തിയത്തൻ ഔ ഇസ്ലാമിയത്തൻ വസ്തമദ്ദ അയ്ളൻ ശഖ്സിയാതുഹു വഖളായാഹുൽ മസ്റഹിയ്യത്തു വൽരിവായിയ്യത്തു മിനൽ വഖാഇൽ ഇജ്തിമാഇ വസ്സിയാസി വസ്സഖാഫിൽ മആശിരി ലി ഉമ്മത്തിഹി. ഫറോവ, റോമൻ, കോപ്റ്റിക് അല്ലെങ്കിൽ ഇസ്ലാമിക് കാലഘട്ടങ്ങളിലെ ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിൽ നിന്നും തൻ്റെ ജനതയുടെ സമകാലിക സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം പ്രമേയങ്ങളും കഥാപാത്രങ്ങളും സ്വീകരിച്ചത്. 28ാമത്തെ ചോദ്യം, കൈഫ അബ്ബറ തൗഫീഖുൽ ഹക്കീം അൻ മർഅത്തിൻ ഫി അദബിഹി. തൗഫീഖുൽ ഹക്കീം തൻ്റെ സാഹിത്യത്തിൽ സ്ത്രീകളെ എങ്ങനെയാണ് ആവിഷ്കരിച്ചത്? തുളിഹുൽ മർഅത്ത ബിശക്ലിൻ ഇജാബിയിൻ വസവ്വറഹ ബിഇഹ്ലാലിൻ വഇഹ്തിറാമിൻ കബീരിൻ. സ്ത്രീകൾ പോസിറ്റീവായാണ് പ്രത്യക്ഷപ്പെടുന്നത്. വലിയ ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് അദ്ദേഹം സ്ത്രീകളെ ചിത്രീകരിച്ചത്. 29ാമത്തെ ചോദ്യം, കൈഫ കാനത്തിൽ ലുഗത്തു ഫി മസ്റഹിയാത്തിഹി. അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ എങ്ങനെയായിരുന്നു? ആൻസർ ഇസ്തഖ്ദമൽ മുഫ്രദാത്ത് വൽ മആനി തസ്വീരിൻ ബിദിഖത്തിൻ വതജ്സീലിൽ മശാഹിദി ബിൽ ഹറകാത്തി തംസീലിയ വത്തസമത അഅമാലുഹു ബിസലാസലത്തിൽ ലുഗ. രംഗങ്ങൾ കൃത്യമായി ചിത്രീകരിക്കാനും അഭിനയ ചലനങ്ങൾ വ്യക്തമാക്കാനും അദ്ദേഹം വാക്കുകളും അർത്ഥങ്ങളും ഉപയോഗിച്ചു. ഭാഷ ലളിതവും ഒഴുക്കമുള്ളതുമായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഉദ്കുറുൽ ഖസായിസ് അല്ലതി തമയ്യസ ബിസ്റഹത്തി ദിഹ്നി തൗഫീഖുൽ ഹക്കീം. പ്രത്യേകതകൾ പറയുക. തൗഫീഖുൽ ഹക്കീമിൻ്റെ ഇൻ്റലക്ച്വൽ നാടകങ്ങളിൽ നിന്ന് വേർതിരിയുന്ന പ്രത്യേകതകൾ പറയുക. തൗഫീഖുൽ ഹക്കീമിൻ്റെ ഇൻ്റലക്ച്വൽ തിയേറ്ററിൻ്റെ പ്രത്യേക സവിശേഷതകൾ പറയുക എന്ന് വേണമെങ്കിൽ പറയാം. ആൻസർ തഅമ്മുഖു ശഖ്സിയാത്തു വതഹ്ലീൽ ഇജ്തിമാഇ വറംസിയ്യത്തി വൽമീതാഫിസിഖിയ്യ വൽ ഇസ്തിഖ്ദാമി ലഗ്വിയിൽ ഫിആൽ. കഥാപാത്രങ്ങളുടെ ആഴത്തിലുള്ള ആവിഷ്കാരം, സാമൂഹിക വിശകലനം, പ്രതീകാത്മക മെറ്റാഫിസിക്സ്, ആത്മീയ തത്വചിന്ത, അതിനാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. മെറ്റാഫിസിഖിയ എന്ന് അറബിയിൽ പറയും. മെറ്റാഫിസിക്സിൽ ഫലപ്രദമായ ഭാഷാപ്രയോഗം, ഇസ്തിഖ്ദാമു ലഗ്വിയിൽ ഫിആൽ, ഫലപ്രദമായ ഭാഷാപ്രയോഗം. താങ്ക്സ് ഫോർ വാച്ചിങ്.